എല്ലാ കാര്യത്തിനും എല്ലാവരോടും കയറി ചൂടാവുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു വിചാരമുണ്ട് അതാണ് അവരുടെ സൂപ്പർ പവർ എന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 4 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് മനസ്സിലാക്കി തന്നെ നിങ്ങളുടെ ഈ ഒരു മണ്ടത്തെ നിങ്ങൾ മാറ്റുമെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഇമോഷണൽ ട്രിഗേഴ്സ്. ആളുകൾ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രിഗർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോണ്ട് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട് ആകെ പ്രശ്നമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. 3 to 5 സെക്കൻഡ് എടുത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു സ്റ്റോപ്പ് കൊടുത്തിട്ടോ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ഇമ്പൾസീവ് റെസ്പോൺസസ് ആണ്. അതായത് നിങ്ങൾ എപ്പോഴും ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ ക്വിക്കായിട്ട് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലോങ് റിഗ്രറ്റ് ആണ് തരിക, ഒരിക്കലും നിങ്ങൾക്കത് ഒരു ഹാപ്പിനെസ് തരില്ല എന്നുള്ളതാണ്. തേർഡ് വൺ, റെസ്പെക്ട് ഡൈനാമിക്സ് ആണ്. അതായത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഭയങ്കരമായിട്ട് ചൂടാവുന്ന ആളുകൾക്ക് ഒരിക്കലും നിങ്ങൾ എവിടെയും റെസ്പെക്ട് പ്രതീക്ഷിക്കുക വേണ്ട, അവർ ഭയങ്കര മണ്ടന്മാരായിട്ടാണ് ആളുകൾ കാണുക എന്നുള്ളതാണ്. ഫോർത്ത് വൺ, ചൂസ് ആൻഡ് റെസ്പോൺസസ് ആണ്. അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫീലിംഗ്സ് ആണ് നിങ്ങളെ ഫോഴ്സ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ചൂടാവാനൊക്കെ തയ്യാറെടുപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഇമോഷൻസിനോ നിങ്ങളുടെ ഫീലിംഗ്സിനോ നിങ്ങൾ ട്രിഗർ ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ച് കൊടുക്കരുത്. അങ്ങനെ സമ്മതിച്ച് കൊടുത്താൽ നിങ്ങൾ ലോകത്തിന് മുന്നിൽ വെറും ഒരു പൊട്ടനായിട്ട് മാറുള്ളൂ, ഒരിക്കലും നിങ്ങളുടെ ഒരു സൂപ്പർ പവർ ആയിട്ടൊന്നും മാറുന്നില്ല. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ നിങ്ങളുടെ പാർട്ണറോ നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ബൈ.